MSF, ഹരിത മുൻ ഭാരവാഹികൾ എന്നിവർക്കെതിരായ അച്ചടക്ക നടപടി മുസ്ലിം ലീഗ് പിൻവലിച്ചു. ഹരിത നേതാക്കൾ നൽകിയ അപേക്ഷയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും ആണ് ഈ നേതൃത്വം അനുകൂല തീരുമാനമെടുത്തത്. MSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ, സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KM നവാസ്, ഹരിത നേതാക്കളായിരുന്ന നജ്മ തബ്ഷിറ, ഫാത്തിമ തഹ്ലിയ, മുഫീദ തസ്നി എന്നിവർക്കെതിരെയുള്ള നടപടികളാണ് നേതൃത്വം പിൻവലിച്ചത്. നേതൃത്വത്തിന് ഇവർ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ ഹരിത നേതാക്കൾ പോലീസിന് നൽകിയ പരാതി പിൻവലിക്കാനും ഒത്തുതീർപ്പ് ചർച്ചയിൽ തീരുമാനമായി. PK കുഞ്ഞാലിക്കുട്ടിയുടെ മധ്യസ്ഥതയിലായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നത്. 2021 കോഴിക്കോട് നടന്ന MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഹരിത വിഭാഗത്തോട് നടത്തിയ പരാമർശവും തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് മുൻ ഹരിത നേതാക്കൾക്കും ഒരു വിഭാഗം MSF നേതാക്കൾക്കുമെതിരെയുള്ള നടപടികൾക്ക് കാരണമായത്. PK നവാസിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനും പിന്നീട് പോലീസിലും പരാതി നൽകിയിരുന്നു. പാർട്ടി നടപടി നേരിട്ട ശേഷവും AR നഗർ സഹകരണ ബാങ്ക് വിവാദത്തിൽ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ ഇവർ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് ഒരു വിഭാഗം MSF നേതാക്കളുടെ അതൃപ്തിക്കിടയിലും നേതൃത്വം നടപടി പിൻവലിച്ചത്. അതേസമയം കുഞ്ഞാലിക്കുട്ടിയുടെ താൽപര്യപ്രകാരമാണ് പുറത്താക്കിയവരെ തിരിച്ചെടുത്തതെന്ന് മുൻ ലീഗ് നേതാവായിരുന്ന പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം.